ഇന്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാമർ, അതാണ് 2026 ഐക്യരാഷ്ട്രസഭ നമ്മളോട് ലോകത്ത് മുഴുവൻ ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വർഷത്തിലാണ് നമ്മളെല്ലാവരോടും കൂടിയിരിക്കുന്നത്. അതിന് വളരെയധികം റിലവൻസ് ഉണ്ട്, റിലവൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ ചാപ്റ്റർ ലെവലിൽ ഏറ്റെടുക്കണം എന്നാണ് എന്നോട് സ്ട്രെസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, എല്ലാ ചാപ്റ്ററുകളും പ്രസന്റ് ചെയ്തിട്ടുള്ള ഇതിലൂടെയൊക്കെ ഞാൻ ഇരുന്ന് നോക്കി. അപ്പോൾ അഗ്രികൾച്ചറിന്റെ പോർട്ട്ഫോളിയോ നോക്കുന്ന സൗത്ത് ഇന്ത്യ ഡയറക്ടർ നിലയിലേക്ക് ഓരോ ചാപ്റ്ററുകളും അതിനകത്ത് ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ സ്കെയിലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ചിലത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്, നമ്മൾ ചാപ്റ്റർ ലെവലിൽ ഏത് തരത്തിലുള്ള സമീപനമാണ് ഈ വർഷം ഏറ്റെടുക്കാൻ പ്രസക്തമായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ 10 മിനിറ്റോട് പറഞ്ഞ് അവതരിപ്പിക്കാം. അവസാനം മൊബൈൽ നമ്പർ തരാം. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യത്തും പോലെ ബാബു സാർ കുറച്ച് ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായി എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെന്റ് എന്നുള്ളത് അവർ ഇൻഡസ്ട്രീസ് അഗ്രികൾച്ചർ ആൻഡ് പ്രൈമറി റിലേറ്റഡ് എന്റർപ്രൈസസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോകത്ത് ഒരേ ഒരു സന്നദ്ധ സംഘടനകളിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യം, ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെറിയ കുറച്ച് തൈകൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത്. ഞാൻ പ്രബലമായിട്ടുള്ള ഒരു സംഘടനയുടെ ഒരു പരിപാടിയിലേക്ക് ചെന്നപ്പോൾ ഏതിൽ മണ്ണാകും എന്ന് പറഞ്ഞിട്ട് തൈകൾ ഓർത്തിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ സംസാരിക്കാതെ ഇറങ്ങിപ്പോയി വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതാണ് നമ്മൾ വോയിസിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പറച്ചത് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട നമുക്ക് ഭയങ്കര ട്രാൻസ്പാരൻസി ഉണ്ട്, സോഷ്യൽ ട്രാൻസ്പാരൻസി നമ്മൾ കീപ്പിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതില് ഏറ്റവും ആദ്യം ഇന്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാമർ എന്നുള്ളതിൽ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം, നമ്മുടെ എല്ലാ ചാപ്റ്ററുകളും വിമൻ ചാപ്റ്ററുകളും പ്രത്യേകിച്ചും ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ കുറയുന്നു. അപ്പോൾ അതിൽ നമുക്ക് വന്ദനാശിയുടെ ഒരു കൺസെപ്റ്റാണ് ഏറ്റവും നല്ല മുമ്പിൽ നിൽക്കുന്ന കൺസെപ്റ്റ്. നമുക്ക് വന്ദനാശിവ ഒറീസയിലെ സീഡ് മദർ നെറ്റ്വർക്ക് നമുക്കൊരു നെറ്റ്വർക്ക് പറയുന്നു, സീഡ് മദർ നെറ്റ്വർക്ക്. വടക്കേ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം വന്നിട്ട് ഗ്രാമങ്ങളിലൊക്കെ വിത്തിന്റെ സ്വാശ്രയത്വം നശിച്ചു പോയപ്പോൾ വന്ദനാശിവയുടെ ആ ഒരു 110 സ്ത്രീകൾ കുടത്തിൽ സംരക്ഷിച്ച വിത്തുകൾ വെച്ചിട്ടാണ് അവർ പുനഃസൃഷ്ടിച്ചത്. അത് ഭാരതത്തിന് വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ സീഡ് ഫ്രീഡം ഇല്ലാത്ത ഭാരതം എന്തായിരുന്നു എം എസ് സ്വാതന്ത്ര്യം വളരെ നിരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഭക്ഷ്യസുരക്ഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അജണ്ട സീഡ് ഫ്രീഡം, സീഡ് സെക്യൂരിറ്റി. പ്രത്യേകിച്ച് അതിൽ ഞാൻ പെരുന്തമണ്ണെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇവിടെ പെരുന്തമണ്ണം ചാപ്റ്റർ അവിടെ ഒരു കമ്മ്യൂണിറ്റി ജീൻ ബാങ്ക് തുടങ്ങും, അവരൊരു നല്ലൊരു ഹമ്പിൾ അറ്റംപ്റ്റ് അവർ തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷം വിമൻ ചാപ്റ്ററുകളുടെ നേതൃത്വത്തിൽ നമ്മൾ കേരളത്തിലെ മാതൃകാപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സീഡ് ബാങ്ക് നെറ്റ്വർക്കും ഒരു സീഡ് റിസർച്ചും നമുക്ക് തുടങ്ങാം. അത് വേൾഡ് ലെവലിലുള്ള നല്ലൊരു ഇനിഷ്യേറ്റീവ് ആവും. ഇന്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാമർ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള പ്രധാനപ്പെട്ട ഇനങ്ങളാണ് നിങ്ങൾ മുമ്പിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം നമ്മൾ തൃശ്ശൂർ ചാപ്റ്റർ വളരെ നന്നായിട്ട് പറഞ്ഞു, മഞ്ഞളുടെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് പ്രതിഭ എന്നുള്ള ഇനമാണ് നമ്മൾ ഈ ഭാഗത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ 32 വർഷത്തോളമായി കണ്ടിരിക്കുന്ന കാര്യം, വലിയ വലിയ ആശയങ്ങൾ പറയും, പക്ഷെ നടപ്പിലാക്കാൻ ജനങ്ങളുടെ കയ്യിൽ ഒരു വിത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ടെക്നോളജിക്ക് ഏറ്റവും നല്ലൊരു ആക്സസ് കൊടുക്കാനാണ് നമ്മൾ വോയിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വരേണ്ടത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഉൾപ്പെടുത്തുന്നതാണ് ഈ പ്രതിഭ എന്നുള്ള മഞ്ഞൾ. ഇത് നമ്മുടെ വിമൻ ചാപ്റ്റർക്ക് കൊണ്ടുപോകും. ഞാൻ കാറിൽ കൊണ്ടുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ചില ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 4 സീനിയർ ഓഫീസേഴ്സ് ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടെന്ന് അർത്ഥം. രണ്ടാമത് ഇരിക്കുന്നത്, നമുക്ക് ലോകത്തിന് ഭാരത സംഭാവന കൊടുത്തിട്ടുള്ള 2 പ്രധാന ഇനങ്ങളാണ് രണ്ടാമത് ഇരിക്കുന്നത്. അത് ബയോഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. ബയോഫോർട്ടിഫൈഡ് അത് 2 നിറമുണ്ട്. ഒന്ന് സ്വർണ്ണ നിറത്തിലാണ്, മറ്റൊന്ന് കാരറ്റിന്റെ നിറമാണ്, മറ്റൊന്ന് ബീറ്റ്റൂട്ടിന്റെ നിറമാണ്. അപ്പോൾ ഒരെണ്ണം കരോട്ടിൻ റിച്ചാണ്, മറ്റൊന്ന് ആൻഡോസൈനിൻ റിച്ചാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് കരോട്ടിന് കിട്ടും, ആൻഡോസൈനിൻ കിട്ടും. ഇത് ഞാൻ 3ാമത്തെ തവണ എനിക്ക് കോളിൽ പറയുന്നത്. പക്ഷെ ഇത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഒരു കിഴങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിപ്പൊക്കെ എനിക്ക് സന്തോഷമാവും. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു കാര്യമായി. നമുക്ക് നല്ല സസ്റ്റൈനബിലിറ്റി വരുന്നുണ്ട് കോഴ്സിൽ. അതാണ് നമ്മൾ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം. മുൻ വർഷത്തിലേക്കാൾ വ്യത്യാസം നമ്മുടെ ചാപ്റ്ററുകൾ തമ്മിൽ നല്ല മത്സരാത്മകത നിലനിൽക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അത് നമ്മൾ നല്ല പ്രതീക്ഷയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഈ
ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഈ 2 ഇനങ്ങളും നമ്മൾ ചാപ്റ്റർ ലെവലിൽ കൊടുക്കുക. അത് വളർത്തുന്നത് കഴിയുന്നിടത്തോളം യു ചാപ്റ്ററിലെ കുട്ടികളായിരിക്കണം. വിമൻ ചാപ്റ്ററിലെ നമ്മൾ വനിതകളായിരിക്കണം. കഴിയുന്ന കുട്ടികൾക്ക് കൊടുക്കുക. കാര്യം ഭാരതം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സീഡ് സെക്യൂരിറ്റിയുടെ കസ്റ്റോഡിയൻസ് ആയിട്ട് യൂത്ത് ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. യുദ്ധത്തിന്റെ തോക്കിന്റെ ആധിപത്യമുള്ള രാഷ്ട്രങ്ങളല്ല, വിത്തിന്റെ ആധിപത്യമുള്ള രാഷ്ട്രങ്ങളാണ് കീഴടക്കുന്നതിൽ ഈ ലോകത്ത് നിർണായകമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സീഡ് കൺസർവേറ്ററായിട്ട് നമ്മളെ യൂത്ത് ചാപ്റ്ററിലെ കുട്ടികളെ മാറ്റാൻ പറ്റുമെങ്കിൽ അത് വിമൻ ചാപ്റ്ററുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും വലിയൊരു കാര്യമായിട്ട്. അപ്പൊ അത് അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യണം. പിന്നെ അതിലുള്ളത് ഒരു പേരയാണ്, ഗോർമെന്റ് സ്റ്റാമ്പിളാണ്. അതൊന്നും കുറച്ച് പിടിച്ചാൽ നന്നായിരിക്കും. ഇത് ലൈക്കോപ്പിൽ റിച്ച് ആയിട്ടുള്ള ഒരു പേരൊക്കെയാണ്. അർക്കാ കിരൺ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ മുൻ വർഷത്തിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ, ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ കഴിഞ്ഞ ഇവിടെ പറഞ്ഞ സൗത്ത് ഇന്ത്യ ചാപ്റ്റർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വയനാട് അവിടെ ഞാൻ ഇത് കൺസർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എവിടെയാണെന്നുള്ളത് ബാബു സാർ തീരുമാനിക്കും. അപ്പൊ ഇത് നമുക്ക് ഈ വർഷം എല്ലാ വിമൻ ചാപ്റ്റർ വഴി നമുക്ക് കേരളത്തിൽ പോകുന്ന കാര്യം ഗോർമെന്റ് സാമ്പിളാണ് പേര. പക്ഷെ കേരളത്തിൽ നമ്മൾ കഴിയുന്നത് സംസാരിക്കുമ്പോൾ വെജിറ്റബിൾസിന്റെ വോയിസസ് എന്ന് മാത്രം നമ്മൾ പറയുന്നത്. പക്ഷെ മോസ്റ്റ് പൊള്യൂട്ടഡ് ഫ്രൂട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് പേര നമ്മളിവിടെ. കാര്യം എൻഡോസൾഫാൻ സ്പ്രേ ചെയ്യാതെ തമിഴ്നാട്ടിൽ ഒരു പേര പോലും കേരളത്തിൽ എത്തുന്നതാണെന്നില്ല എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഗാനിക് ഗോവ എന്നുള്ള ഗോർമെന്റ് സാമ്പിൾ പ്രോജക്റ്റ് നമ്മൾ വനിതാ ചാപ്റ്ററുകൾ വഴി നമുക്ക് കേരളത്തിന്റെ ഫ്യൂച്ചർ വഴി ഏറ്റെടുക്കുന്ന കാര്യം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് ഈ വർഷം നമുക്കൊരു എല്ലാ ഭാഗങ്ങളും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്ക് നല്ലൊരു കാര്യമായിട്ട് കൊടുക്കും ചെയ്തിട്ട് അതാണ് അതിനകത്ത്. ഇന്നൊന്ന് 22 ഇനങ്ങളുടെ വിത്ത് പാക്കറ്റ് കൊണ്ടുവന്നു. 22 ഇനങ്ങൾ അത് മോളുടെ കയ്യിലുണ്ട്. 2 വിമൻ ചാപ്റ്റർ അത് തരാം. അപ്പൊ കോഴിക്കോട് ചാപ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏത് ചാപ്റ്ററും നിങ്ങളുടെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ തീരുമാനിക്കുന്നില്ല. കാര്യം തിരുവനന്തപുരമൊക്കെ ഉണ്ട്. നമുക്കത് സ്പ്ലിറ്റ് ആയിട്ട് കിട്ടാത്ത ഒരാൾ വിഷമിക്കുന്ന ഇത് സിംബോളിക്കാണ്. നമുക്ക് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ സിംബോളിക്കാണ്. ബാക്കിയുള്ളവർക്ക് അത് ഒരു കൊറിയറായിട്ട് അവിടെ എത്തും. ചാപ്റ്ററിൽ അത് ഒരു 5 ദിവസം എല്ലാ ചാപ്റ്ററും അത് എത്തിക്കുക. അപ്പോൾ അത് പ്രാധാന്യമാണ്. അപ്പൊ അതിൽ എന്താ പ്രത്യേകത ചെയ്യാൻ നമ്മുടെ ഗ്രാമപ്രദേശത്ത് കിട്ടാത്ത ഏറ്റവും 4 പുതിയ പയറിനങ്ങളാണ്. യാർഡിലോ നിങ്ങളും പുതിയ പയറിനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതടക്കം നമുക്ക് അന്യം നിന്ന് പോകുന്ന പയറിനങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് വിശദാംശങ്ങളെ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടോളാം. അതിന് സമയം കുറവുണ്ട്, ഗ്രൂപ്പിലിട്ടോളാം. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ഫാമർ എന്നുള്ള ഒരു കാര്യം വളരെ നന്നായിട്ട് നമുക്ക് തുറന്നു പിടിക്കും. മാത്രമല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ അടുത്ത വർഷം കാണുമ്പോഴാണ് ഇത് തുറന്നു കാര്യം നമ്മൾ വരുന്നത്. അതിലേക്ക് ആവുന്നത് ദയവായിട്ട് നമുക്ക് ഇപ്രാവശ്യം കൃത്യമായിട്ടൊരു ഡോക്യുമെന്റേഷനിൽ പോകാം. ഇനി അടുത്ത ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കാം. വിത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ആര് കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അവതരണം വരുമ്പോൾ എത്ര കസ്റ്റോഡിയൻസ് യൂത്ത് അതുവഴി മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത് ഒരു നമുക്ക് ഇൻഡിക്കേറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്റർ വഴി ഒരു സോഷ്യൽ ആക്സസ് കിട്ടി, ടെക്നോളജിക്ക് ആക്സസ് കിട്ടി. ഓരോ ചാപ്റ്റർ എത്ര ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത് ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂത്തിനെ ചാലകശക്തിയാക്കി മാറ്റാൻ പറ്റും. ഇതിലെന്താ പ്രശ്നമല്ല. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ വെറും 2 വിത്ത് കുഴിച്ചിട്ട് ഒരു ഇതൊന്നും മാത്രമല്ല, അതൊക്കെ മാറണം. ഒരു വിത്ത് കൺസർവ് ചെയ്തിട്ട് അത് അയൽപ്പക്കത്ത് മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള കർഷകരെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു സോഷ്യൽ എന്റർപ്രൈസ് ആയി വളരണം. അതിന് യൂത്തിനെ പ്രൊമോട്ട് ചെയ്താലും വലിയ കാര്യമായിരിക്കും. അപ്പൊ അതിലേക്ക് നമുക്ക് കൊണ്ടുവരണം. പിന്നെ അടുത്തത് ഇതെല്ലാം ഉൾപ്പെടുന്ന സൺഡേ ഫാമിംഗ് എന്നുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ 24 വർഷം മുമ്പ് ഈ ഹോളിൽ അവതരിപ്പിച്ചതാണ്. ഞാൻ എൻ്റെ കണക്ക് നോക്കി 22 വർഷത്തിനുള്ളിൽ 22 വർഷമാണല്ലോ. 22 വർഷത്തിനുള്ളിൽ നമ്മൾ 528 സെഷൻസ് നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഏതാണ്ട് 29,600 കുട്ടികൾ ഇതിന് നമ്മൾ പരിസ്ഥിതി പോകുന്ന കൃഷിമുറകളുടെ ഇത് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. സൺഡേ ഞായറാഴ്ചയല്ല, സസ്റ്റനൻസ് ത്രൂ നർച്ചറിങ് ആൻഡ് ഡിഗ്നിഫൈങ് അപ്രോച്ചസ് ഫോർ യൂത്ത് ഇൻ ഫാമിംഗ് ആണ്. അതിൻ്റെ ആദ്യാക്ഷരമാണ് ഞായർ ഉണ്ടാക്കുന്നത്.
അത് 2004 ഈ റൂമിൽ ഇരിക്കുമ്പോൾ അതൊരു വലിയ കാര്യമാകും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത 3 സീനിയർ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ബാബുവേട്ടൻ, 2 നമ്മളെ തോമസ് ഐവർ സാറ്, 3 നളിനേട്ടൻ. 3 പേര് ഞാൻ നന്ദി പറയാം. മറ്റൊന്ന്, അത് ഏറ്റവും പ്രൊമോട്ട് ചെയ്ത ആൾ ഇന്ന് ലോകത്തില്ല. നമ്മുടെ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആശാരി സാറായിരുന്നു അന്ന് സൗത്ത് ഇന്ത്യ പ്രസിഡന്റ്. അത് വളരെ അപ്പോൾ ഈ വർഷം എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, എല്ലാ ചാപ്റ്ററുകളും ഒരു സൺഡേ ഫാം ക്ലബുകളും ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാ ലെവലിലും അത് കൊടുക്കണം. അപ്പൊ അതിന് നമ്മൾ മുൻപ് കൊടുക്കുന്നത് കൺസെപ്റ്റുകളാണ്. അതാണ് ഒന്ന്, ലെസ് ഫുഡ് മൈലാണ്. നമ്മൾ ഫുഡ് മൈൽ കുറയ്ക്കുക. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിലൂടെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. 2, നിംബി സിൻഡ്രോം ഇല്ലാതാക്കണം. നിംബി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് സിൻഡ്രോം. വെള്ളം നമ്മുടെ ബാക്ക് യാർഡ് വേണ്ട, വേസ്റ്റ് ബാക്ക് യാർഡ് വേണ്ട, നമുക്ക് അയൽക്കാരനെ ജീവിക്കാം എന്നുള്ള കൺസെപ്റ്റ് അത് നമ്മൾ മാറ്റും. അതാണ് നമ്മുടെ ഈ സൺഡേ ഫാമിൽ നമ്മൾ എത്ര വർഷം മുമ്പ് നമ്മൾ ലക്ഷ്യമിട്ടാന്ന് നോക്കണം. പിന്നെ നമ്മൾ യൂത്തിന് ഒരു ഇന്റലക്ച്വൽ സ്റ്റിമുലേറ്റ് കൊടുക്കുന്ന ഫാമിംഗ് പ്രാക്ടീസസ് കൊടുക്കുന്നു. ഇത് ഭാരികമായിട്ട് പ്രസക്തി ഉള്ളത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കുക. കാരണം നമ്മൾ അന്ന് പറഞ്ഞു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി വഴി കൃഷിയിൽ തെറാപ്പി എടുക്കുക, അത് വില പറയാൻ പറ്റില്ല. അപ്പോൾ യൂത്തിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം. കാര്യം തൃശ്ശൂർ ചാപ്റ്റർ പറഞ്ഞ ആ ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് ഞാൻ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുന്നത് സല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സൺഡേ ഫാമിലി 3 വർഷം മുമ്പ് നമ്മൾ അഡീഷണലി ചേർത്തൊരു കാര്യമാണ് ഡിജിറ്റൽ ഡിസോർഡർ മാറ്റാൻ വേണ്ടി കൃഷി വേണമെന്നത്. അപ്പോൾ യൂത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ ടെക്നോളജി കൊടുത്തിട്ട് അവർക്ക് ഡിജിറ്റൽ കോഡിനെ കൊടുക്കുക, ഡിജിറ്റൽ ഡിറ്റോക്സ് കൊടുക്കുക. അതിനെ പറ്റി ഇതിനെ പറ്റി അത് ലാസ്റ്റ് രണ്ടിൽ. അപ്പോൾ അത് നമ്മളത് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഏത് ചാപ്റ്ററാണോ മുന്നോട്ട് വരുന്നത് അവർക്ക് അതിനാവശ്യമായിട്ട് ബാക്കിംഗ് തരും, അവിടെ ഒന്ന് ട്രെയിനിങ് തരും, അതിനാവശ്യമായിട്ട് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ തരും. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ വർഷത്തെ ഒരു സ്ലോഗൻ ലെസ് ഫുഡ് മൈൽ ത്രൂ ലെസ് സ്ക്രീൻ ടൈം. ലെസ് ഫുഡ് മൈൽ ത്രൂ ലെസ് സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം കാര്യം സസ്റ്റൈനബിൾ ലിവിങ്ങിന് ഒരു കുട്ടിയോ നമ്മളടക്കണം ഒരു 2 മണിക്കൂർ സ്ക്രീൻ ടൈം സേവ് ചെയ്താൽ അല്ലെങ്കിൽ മിനിമം 2 മണിക്കൂർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായി ജീവിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നതാണ്, നമ്മളെ കൃഷി തൊപ്പിക്കോടയും കൈക്കോട്ടും കാണിച്ചുകൊണ്ട് ജനം വന്ന് കുട്ടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു സ്യൂഡോ കൺസെപ്റ്റ് വെച്ചിരുന്നാലൊന്നും കൃഷി ജീവിതം വരില്ല. അതൊക്കെ എടുത്ത് മാറ്റി നമ്മൾക്ക് ഇന്റലക്ച്വൽ സ്റ്റിമുലേ കൊടുക്കുന്ന രീതിയിൽ കമ്പൈൻ ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അതാണ് നമ്മൾ ഏറ്റവും വലിയത്. അതിനെപ്പറ്റി ഇനങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതിലെല്ലാ ചാപ്റ്ററും മുന്നോട്ട് വരാം. പിന്നെ ഓർഗാനിക് സാമ്പിൾ സ്കെയിലൊക്കെ ചെയ്യാം. ഇന്നൊന്ന് ഡീഗ്രേഡഡ് ലാൻഡിൽ കാഷ്യൂ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഓർഗാനിക് ഫ്രൂട്ടായിട്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കാഷ്യൂ. അപ്പൊ കാഷ്യൂ പ്രൊമോഷൻ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഏത് ചാപ്റ്ററുകൾ കേരളത്തിൽ ഒയിസ്ക ചാപ്റ്ററുകൾ കാഷ്യൂ പ്രൊമോഷൻ എടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ മെയിൻ്റെനൻസ് കോസ്റ്റ് അടക്കം അത് ചെയ്യാവുന്ന ഏറ്റവും പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത നല്ലൊരു ഇതായിട്ട് ചാപ്റ്ററുകൾ ആരൊക്കെയാണ് പ്ലസ് മെയിൻ്റെനൻസ് വേണോ? ഇരുത്തിയല്ലേ അപ്പൊ അത്ര നമുക്ക് വേണം. നമുക്ക് സൗത്ത് ഇന്ത്യ ചാപ്റ്റർ വഴി നമുക്കത് പ്രൊമോട്ട് ചെയ്യാം, സ്റ്റേറ്റ് ചാപ്റ്റർ വഴി നമുക്കത് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, നമ്മൾ കശുവണ്ടി വീട് കെട്ടുന്ന പതുക്കുന്ന കാലഘട്ടമൊക്കെ പോയി. ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഒരു ഇന്റർനാഷണൽ വർക്ക്ഷോപ്പിൽ ഒരു ക്ലിയർ ലിക്വിഡ് കുടിക്കാൻ തന്നു. പച്ചവെള്ളത്തിൽ പോലെ കശുമാവിന് മണം മാത്രമേ ഉള്ളൂ, അതിന്റെ പിന്നെ ചവർപ്പൊന്നും ഇല്ലാതെ അത് നല്ലൊരു ലിക്വിഡാക്കി മാറ്റാനുള്ള ടെക്നോളജി അവർ തന്നു. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതല്ല കാര്യം. അതിന് ഏറ്റവും സന്തോഷം തോന്നി. ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടപ്പോ സുധോ സാറ് പറയണ്ടായി, സ്റ്റേറ്റ് ഫ്രൂട്ടായിട്ട് ചക്കനെ നമ്മൾ പ്രഖ്യാപിച്ചു. നേരെ കുറച്ച് ഡീസെൻട്രലൈസ് നമുക്ക് എല്ലാവർക്കും നടത്താവുന്ന കാര്യമാണ് കശുമാങ്ങ ടൈപ്പ്. അപ്പൊ ആ മാങ്ങ
പിന്നെ സംസ്കരിക്കുന്നതും അത് ക്ലിയർ ലിക്വിഡാക്കി മാറ്റുന്നതും ക്യാൻഡി ആക്കുന്നതുമായിട്ടുള്ള 3 വർക്ക്ഷോപ്പ് സ്റ്റേറ്റിൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഹോളിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് നമുക്ക് നടത്താം. അപ്പോൾ കാഷ്യൂ പ്രോസസ്സ് കേരളത്തിൽ പ്രോസ്പെക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് ജനങ്ങൾ വളർത്തുന്ന ഇന്നുള്ള ഒരു ഫ്രൂട്ടാണ് കാഷ്യൂ. ബൈ ഡിഫോൾട്ടേ ഓർഗാനിക് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അത് ഈ പ്രാവശ്യം നമ്മൾ ഒരു ഫോക്കൽ ഏരിയ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നാവും ഇവന്റ്. ഈ തേർഡ് പോയിന്റ് സോഷ്യൽ എന്റർപ്രൈസിന് കഴിഞ്ഞ വർഷം വളരെ നല്ലൊരു ട്രസ്റ്റാണ് കൊടുത്തത്. നമ്മൾ അതിനെ കോട്ടയത്ത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ എന്റർപ്രൈസ് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് കേരളത്തിലെ PG കഴിഞ്ഞൊരു വനിതാണ് ചൂലല എന്ന് പേരിട്ടിട്ട് ചൂലുണ്ടാക്കുന്നത് പിന്നെ ആമസോൺ വഴി ചൂല് വെക്കുന്ന ഒരു നമ്മുടെ പ്രത്യേകത തന്നെയാണ് സോഷ്യൽ ഏറ്റവും നല്ലൊരു ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അതുപോലെയുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഷ്യൽ എന്റർപ്രൈസസ് പ്രൊമോട്ട് അവർക്ക് ഏറ്റവും വലിയ കാര്യം അവർ അന്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വരെ ചൂലുണ്ടാക്കിപ്പിച്ച് അത് വാങ്ങി തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ എല്ലാ ചാപ്റ്ററും ശ്രദ്ധ പറയുന്നത് ഈ മെയ് 15 ഉള്ളിൽ അത്തരത്തിലുള്ള എന്റർപ്രൈസ് ഏതെങ്കിലും ചാപ്റ്ററുകൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആശയത്തിന് 5 ലക്ഷം രൂപയും ആ ആശയം സ്കെയിലപ്പ് ചെയ്യാൻ 25 ലക്ഷം രൂപയും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻക്യുബേഷൻ സെന്റർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഫാക്ടറികളിൽ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ചാപ്റ്ററിൽ അഗ്രോ എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് നമുക്കത് ചാപ്റ്റർ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ, സസ്റ്റൈനബിൾ കൺസംഷൻ, ഇതാണ് വോയിസ് വളരെ. അതിനാണ് ഫുഡ് സാറ്റോയും ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജും ഒക്കെ വെക്കുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു നല്ലൊരു അവസരം കിട്ടണം. ഈ വർഷം കൺസർവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്നുള്ള ഒരു ആസ്പെക്ട് എടുക്കണം. അഗ്രി ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആസ്പെക്ട് എടുക്കണം. ഫുഡ് മൈൽസ് കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എടുക്കണം. വളരെ നല്ല ഒരു രാവിലത്തെ റിപ്പോർട്ടുകൾ ഈ കാര്യം വന്നിട്ടുണ്ട്. കൺസർവേഷൻ അഗ്രികൾച്ചറിൽ നഷ്ടപ്പെടുന്ന നാട്ടറിവുകൾ എന്ന് പറഞ്ഞ കൊയിലാണ്ടി ചാപ്റ്റർ നല്ലൊരു ഇനിഷ്യേറ്റീവ് കാര്യം എടുത്തിട്ടുണ്ട്. അതുപോലെ നാട്ടുവിത്ത് സംരക്ഷണത്തിന്റെ പുതുപ്പാടി ചാപ്റ്റർ, എരപ്പൂർ ചാപ്റ്റർ നല്ല മാതൃകകളായി പ്രസന്റ് ചെയ്തു. നാട്ടുപൂക്കളുടെ സംരക്ഷണം എന്നത് തൃശ്ശൂർ ചാപ്റ്റർ ഇതൊക്കെ കൺസർവേഷനാണ്. ആ ആസ്പെക്ട് വളരെ നന്നായി. അഗ്രി ഓണ്ടർപ്രണർഷിപ്പ് നമ്മുടെ മധുവനം, ട്രിവാൻഡ്രം മധുവനം, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്, അതുപോലെ വയനാട് കൽപ്പറ്റ CFTRയിലേക്ക് പഠനയാത്ര നടത്തിയത് എല്ലാ മോഡൽസ് ആണ്. അത് നല്ല നല്ല രീതിയിൽ വരുന്നത്. അത് തൃശ്ശൂരിലെ ഇന്റർനാഷണലി 3 സിസ്റ്റേഴ്സ് ആണ് നിലനിൽക്കുന്നത്. 3 സിസ്റ്റേഴ്സ് സമയം കൊണ്ട് ഞാൻ പറയും. പക്ഷേ 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലൻഡഡ് ജ്യൂസ് ഉണ്ടാക്കുന്ന തൃശ്ശൂർ ജില്ലയുടെ മാതൃക, പിന്നെ ഏലപ്പുള്ളിയുടെ ഫ്ലോറിക്കൽച്ചർ മാതൃക, അത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ആശംസിച്ചുകൊണ്ട് ഗാന്ധിജി 7 സാമൂഹിക പാവം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു പുതുത് കുറേ പേര് ഉള്ളതുകൊണ്ട് ഒന്ന് അധ്വാനിക്കാതെയുള്ള സമ്പാദ്യമാണ്, മനസ്സാക്ഷിയില്ലാത്ത സന്തോഷം, സ്വഭാവ മഹിമയില്ലാത്ത അറിവ്, ധാർമ്മികയില്ലാത്ത വാണിജ്യം, മാനുഷിക മൂല്യമില്ലാത്ത ശാസ്ത്രം, ആത്മസമർപ്പണമില്ലാത്ത പ്രാർത്ഥന, തത്വമില്ലാത്ത രാഷ്ട്രീയം.